തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ പരാതിയുമായി യുവതി. റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ഇടയിൽ സൂചി ഒടിഞ്ഞ് പല്ലിൽ കുടുങ്ങിയതായാണ് പരാതി. പാലുവള്ളി സ്വദേശി ശില്പയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ മാർച്ച് 29-നാണ് ശില്പയെ റൂട്ട് കനാലിന് വിധേയയാക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം ചികിത്സിച്ച ഡോക്ടർ ശില്പയെ തിരികെ ആശുപത്രിയിലേക്ക് വിളിച്ച് പല്ലിന്റെ എക്സ്റേ എടുക്കാൻ നിർദ്ദേശം നൽകി. ഇതോടെയാണ് റൂട്ട് കനാൽ ചികിത്സയ്ക്കിടയിൽ ഒടിഞ്ഞ സൂചി വായ്ക്കകത്ത് തന്നെ ഇരിക്കുന്ന കാര്യം അറിയുന്നത്. സൂചി കണ്ടെത്തിയെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ശില്പയെ തിരിച്ചയക്കുകയായിരുന്നു. പല്ലുവേദനയെ തുടർന്ന് വീണ്ടും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. എന്നാൽ റൂട്ട് കനാൽ ചെയ്ത ആശുപത്രിയിൽ നിന്ന് തന്നെ സൂചി മാറ്റാൻ പറഞ്ഞു തിരിച്ചയച്ചുവെന്നും ശില്പ പറയുന്നു. ഡോക്ടർ റൂട്ട് കനാൽ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ തൊട്ടടുത്ത മാസം റൂട്ട് കനാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തതും സ്റ്റെപ്പ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ ഒന്നും കൂടെ തിരികെ വിളിച്ചു ഹോസ്പിറ്റലിലേക്ക്. തിരികെ വിളിച്ചിട്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ റൂട്ട് കനാൽ ചെയ്ത സൂചി ഒടിഞ്ഞ് എൻ്റെ പല്ലിനകത്തൂടെ മോണയ്ക്കകത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത്. അപ്പം അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് അത് സേഫായ സ്ഥലത്താണ് ഇരിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല, അത് വെച്ച് ഫില്ല് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. താൽക്കാലികമായിട്ട് ഫില്ല് ചെയ്ത് തന്നതാണ്, സ്ഥിരമായിട്ട് ഫില്ല് ചെയ്തില്ല. പെയിൻ കില്ലറിൻ്റെ സഹായത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല വേദനയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്കും മെഡിക്കലിലോട്ട് റെഫർ ചെയ്തു. പക്ഷെ മെഡിക്കൽ ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് നെടുമങ്ങാട് തന്നെ ചെയ്താൽ മതി എന്നാണ്. ശില്പയെ ഡോക്ടർക്കെതിരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതിയിൽ ഇതുവരെയായിട്ടും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.